പിന്നെ ഈ പ്രഖ്യാപനം ഇങ്ങനെ വൈകുന്നത് ശരിയാണോ സർ? പ്രഖ്യാപനം എത്രയും നേരത്തെ വരുന്നതാണ് അത്രയും നല്ലത്. കാരണം ആളുകളൊക്കെ വളരെ ആകാംക്ഷാഭരിതരാണ്. ഈ ഘടകകക്ഷികൾ പ്രതിഷേധം അറിയിച്ചു തുടങ്ങി. RSP ആണെങ്കിലും അവർ പറയുന്നത് ഈ രീതിയിൽ ഇങ്ങനെ വൈകിപ്പിക്കുന്നത് അങ്ങനെ സ്വാഭാവികമായി പ്രതികരണങ്ങൾ ഉണ്ടാവുമല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞു, ഇത്രയും ദിവസമായി, സ്വാഭാവികമായും ആളുകൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ വരാത്തതിൽ ആളുകൾക്കൊരു മാനസികമായ പ്രയാസമുണ്ടാകുക സ്വാഭാവികമാണ്. ടീം UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കും ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം എല്ലാവരും അതിർത്തിയിലാണ്. എത്രയും നേരത്തെ പരിഹൃതമാകട്ടെ. എന്തായിരിക്കും സാർ ഈ പ്രഖ്യാപിക്കുന്നതിൽ ഒരു പ്രതിസന്ധി എന്തായിരിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഹൈക്കമാൻഡിന് അത്രമേൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടായിരിക്കും. എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും ശേഖരിച്ചു, അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അതൊരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമാണ്, ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നല്ല രീതിയിൽ നടന്നു. അതൊരു നല്ലൊരു തീരുമാനം പറഞ്ഞത് ജനവികാരം കണക്കിലെടുത്തുള്ള ജനവികാരം കൃത്യമായി പ്രതിഫലിച്ചല്ലോ അങ്ങ് വാക്കുകൾ പറഞ്ഞപ്പോൾ. പക്ഷേ മറ്റു പലരും അങ്ങനെയല്ല. അതല്ല, ജനങ്ങളാണല്ലോ യജമാനന്മാർ. ജനാധിപത്യത്തിലെ യജമാനന്മാർ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ വികാരത്തിന് അർഹമായ പരിഗണന നൽകുക എന്നുള്ളത് ജനാധിപത്യപരമായ ഒരു ഔചിത്യമാണ്. ഒരു പ്രീഫിക്സ് ചെയ്ത ഒരു തീരുമാനത്തിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും ആയിരിക്കും ഒരുപക്ഷെ കാരണമായിട്ട് വന്നിരിക്കുന്നത്. ഇല്ല, ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും നല്ല തീരുമാനം വേഗത്തിൽ വരട്ടെ. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാല്ലേ? നമ്മൾ എത്രയും വേഗം ഉണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ശരി. മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് പ്രഖ്യാപനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. വളരെ അദ്ദേഹം വൈകിയെന്ന് പറയുന്നുണ്ട്. നേരത്തെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിലും ഇക്കാര്യത്തിൽ ഈ വൈകലിനെതിരെ ശബ്ദമുയരുന്നു എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.